ഹായ് ഗായ്സ്, വെൽക്കം ടു ബിനീസ് കിച്ചൺ. ഞാനിന്നിവിടെ ചക്കച്ചോളയും കൊണ്ട് ഒരു മസാലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. സെയിം ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെ തന്നെ അതേ ടേസ്റ്റ്. അതിനു വേണ്ടി ഞാൻ ഇവിടെ ചക്കച്ചോള എടുത്ത് വച്ചിട്ടുണ്ട്, ഒരു പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട്, ഇഞ്ചി, വെല്ലുള്ളി, പച്ചമുളക്, പിന്നെ വെളുത്തുള്ളി, കരിയാപ്പില, ഇത്രയും സാധനം അരിഞ്ഞു വച്ചിരിക്കുന്നു. പൊട്ടാറ്റോ ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഞാൻ ഉള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം കൂടി, വെളുത്തുള്ളി എല്ലാം കൂടി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വഴറ്റി കഴിഞ്ഞ് നമുക്കതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല എല്ലാം കൂടി ഇടാമേ. ഞാൻ ഇതിനകത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, മഞ്ഞൾപ്പൊടി എല്ലാമേ ഇട്ട് ഇനി ഇത് വഴറ്റുവാണേ. അതിനകത്തോട്ട് തന്നെ ഞാനൊരു തക്കാളിപ്പഴം ഇട്ടിട്ടുണ്ട്, കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ബിരിയാണി ഇല ഇട്ടിട്ടുണ്ട്, പിന്നെ പട്ട ഒരു കൊച്ചു പീസ് ഇട്ടിട്ടുണ്ട്, തക്കോല ഒരു കൊച്ചു പീസ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റാമേ. ഞാൻ ചക്ക, പൊട്ടാറ്റോ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയേ. ഇനി ഇച്ചിരിയും വെള്ളം ഒഴിച്ച് ഇത് നമുക്ക് വേവിക്കാമേ. അങ്ങനെ നമ്മുടെ ചക്ക മസാല റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ചക്കച്ചോള ഇട്ടിട്ടുണ്ട്, ചക്കക്കുരു ഇട്ടിട്ടുണ്ട്, പൊട്ടാറ്റോ ഇട്ടിട്ടുണ്ട്. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളി. ഇതുപോലെ ചക്കക്കറി ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ഇച്ചിരിയും കായപ്പൊടി ആഡ് ചെയ്യണം. ചിലർക്കൊക്കെ ഇതുപോലെ ചക്ക ഗ്യാസൊക്കെ പ്രോബ്ലം വരുന്നുണ്ട്, ഇച്ചിരി കായപ്പൊടി ആഡ് ചെയ്യണം. നിങ്ങൾ ഇതേ മെത്തേഡിലൊന്ന് ട്രൈ ചെയ്യണേ, അടിപൊളിയാണ്. ഇങ്ങനത്തെ ചക്കക്കറിയൊക്കെ നമുക്ക് ചക്ക സീസണിലേ ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഇവിടെ ഞാൻ ചപ്പാത്തിയും ചക്ക മസാലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നോക്കൂ, നമ്മുടെ സോഫ്റ്റ് ചപ്പാത്തി, സോഫ്റ്റ് ആൻഡ് ലെയർ ചപ്പാത്തി. ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്നേ. സൂപ്പർ. സെയിം ചിക്കൻ കറിയുടെ കൂട്ട് തന്നെയുണ്ട്. നിങ്ങൾ ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. Thanks for watching my video. Please like, share and subscribe my channel. Thank you.